ഇപ്പം ശരിക്കും ഒരു AI യുഗം തന്നെയാണല്ലോ. അപ്പം AI ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? AI ഇൻറ്റഗ്രേഷൻ ഇപ്പം എല്ലായിടത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ AI നമുക്ക് ഒളിച്ചോടാൻ സാധിക്കില്ല, അത് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിലും അത് വരുന്നുണ്ട്. സർജറീസ്, റോബോട്ടിക് സർജറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യൽ, അതായത് എന്തെങ്കിലും പരിശോധനകൾ നടത്തിയാൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യൽ, അതൊക്കെ AI വഴി ചെയ്യുന്ന അത് കുറച്ചുകൂടെ ദ്രുതഗതിയിലാക്കാൻ സഹായിക്കും. കുറച്ചുകൂടെ വേഗം ഒരു കൺക്ലൂഷനിലെത്താൻ, അല്ലെങ്കിൽ മനുഷ്യൻ സഹജമായ ചില ഡിലേസ് ഉണ്ടല്ലോ, ആ ഡിലേസ് ഒക്കെ മറികടക്കാനൊക്കെ നമുക്ക് സഹായിക്കും. പക്ഷെ തീർച്ചയായിട്ടും AI മാത്രം ഡിപ്പെൻഡ് ചെയ്ത ഒരു ഹെൽത്ത് കെയർ എന്നെ സത്യത്തിൽ പേടിപ്പെടുത്തുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു വയറിളക്ക രോഗമായിട്ടൊരു കുട്ടി വന്നു. കുട്ടിക്ക് ഏകദേശം അസുഖമൊക്കെ മാറി വന്നു. അപ്പം ഞാൻ എന്തോ മോനെ എന്തോ കഴിക്കുന്നത്, ഇനി എന്തോ കഴിച്ചതെന്ന്. അപ്പം ChatGPT കുട്ടിയോട് പറഞ്ഞു, ഈ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് മാറിക്കഴിഞ്ഞ ഏറ്റവും നല്ല ഭക്ഷണം ആപ്പിളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സോഷ്യോ കൾച്ചറൽ രീതി കേരളത്തിൻ്റെ വെച്ച് നോക്കിയാൽ, നമ്മൾ സാധാരണ വയറിളക്ക രോഗങ്ങളോ അങ്ങനത്തെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ റൈസ് ബേസ്ഡ് ആയിട്ടുള്ള ആഹാരം, ഒന്നെങ്കിൽ കഞ്ഞി, അല്ലെങ്കിൽ ചോറും തൈരും, അല്ലെങ്കിൽ ആവിയിൽ വെച്ച ഇഡലി, ഇടിയപ്പം, അതുപോലത്തെ ആഹാരങ്ങൾ, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ കരിക്കും വെള്ളം, ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് നിർദ്ദേശിക്കാറ്. ഇതൊന്നും പുള്ളിക്കാരൻ ആക്സെപ്റ്റ് ചെയ്തില്ല. ഇത് ChatGPT ആപ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ ഇങ്ങനെ കുറേ ദൂരം നടന്നു പോയി ആപ്പിൾ മേടിച്ചുകൊണ്ട് വന്ന നേരമാണ് ആശാൻ കഴിച്ചത്. ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ നമ്മുടെ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അതിനകത്തെ ഈ ChatGPT ഉത്തരം പറയുന്ന അതിലേക്ക് ഇടുന്ന ഇൻപുട്സ് അനുസരിച്ചാണല്ലോ. അപ്പോൾ കേരളത്തിൽ വയറിളക്ക രോഗം വന്നവരാരും അതിനകത്ത് ഇൻപുട്സ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉത്തരം ആപ്പിൾ എന്ന് വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില പോരായ്മകൾ വരാറുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന ലോസ് ഓഫ് ഹ്യൂമൻ ടച്ചാണ്. ഞങ്ങൾ അത്രയും വലിയൊരു മെഡിക്കൽ ടീം അവിടെ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. ആരുടെ അടുത്ത് ഒന്നും ചോദിക്കാതെ അദ്ദേഹം ചോദിച്ചത് ChatGPT-യോടാണ്. സിമ്പിളായിട്ട് ഡയഗ്നോസിസ്. അതെ അതെ, അത് എന്നിട്ട് അതിൽ നിന്ന് വ്യതിചലിക്കാനും തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അതൊരു നിസ്സാര കാര്യം. അതുപോലെ വലിയ കാര്യങ്ങളിൽ ഇതുപോലെ ശാസ്ത്രീയമായിട്ടല്ലേ ആ കോണ്ടെക്സ്റ്റിൽ പൂർണ്ണമായിട്ട് ശരിയല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് രോഗികൾ ചെന്ന് പെടാറുണ്ട്. നമ്മളെ ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കാറുമുണ്ട്. ഉത്തരം പറയാനുള്ള മടി കൊണ്ടല്ല, പക്ഷെ പൊതുവേ കുറച്ച് അത്ര ആ കോണ്ടെക്സ്റ്റിൽ അല്ലെ ആ വ്യക്തിയുടെ ആ സാഹചര്യത്തിൽ ശരിയല്ലാത്ത പല ഉത്തരങ്ങളും അവിടുന്ന് ചിലപ്പം കിട്ടിയെന്നിരിക്കും. അപ്പോൾ അത് നമുക്ക് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്.